ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ദോശയ്ക്ക് എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും തക്കാളി ചട്നി ആയിരിക്കും. കാരണം എനിക്ക് ദോശയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം തക്കാളി ചട്നിയാണ്. നിങ്ങളുടേത് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് ഈ ടേസ്റ്റി തക്കാളി ചട്നിയുടെ റെസിപ്പി കണ്ടാലോ. പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് ഇതിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം ഉഴുന്നാണ് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം ഉലുവ അധികം ആയാൽ നമ്മുടെ ചട്നിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഉലുവ എപ്പോഴും 1/4 ടീസ്പൂണിൽ കുറവ് മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉലുവയും ഉഴുന്നും പൊട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഇനി 2 വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. വറ്റൽമുളക് കൂടി വാടി വന്നു. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. 10 അല്ലി മീഡിയം സൈസ് വെളുത്തുള്ളിയും 15 ചെറിയ ഉള്ളിയുമാണ് ചേർക്കുന്നത്. ഇനി ഇതുകൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സവാളയുടെ കൂടെ കളർ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന പച്ചക്കറികളൊന്നും ഒരുപാട് വെന്ത് വരണമെന്നൊന്നുമില്ല. അതിൻ്റെ കളറൊന്ന് മാറി അതൊന്ന് വാടി വരാൻ തുടങ്ങിയാൽ മതി. ഞാനിതിൽ എക്സ്ട്രാ പച്ചമുളകോ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് വറ്റൽ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇവിടെ വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ഇടയ്ക്ക് തക്കാളി ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. തക്കാളി പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഉടയാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ തക്കാളി ചട്നിക്കുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ടേസ്റ്റി തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ചൂട് ദോശയും കൂടെ തക്കാളി ചട്നിയും. അടിപൊളിയായിരിക്കില്ലേ? എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.